पताक त्रिपताक अर्धपताक कर्तरी मुखः मयूराक्ष्यो अर्धचन्द्र अराळ शुकतुण्डकः. ഗണപതി ഭഗവാനെ, എല്ലാം നല്ലപടിയായി നടത്തണം. നായർ സാറേ, നമ്മുടെ കലാമന്ദിരത്തിലെ എല്ലാ സ്റ്റുഡൻസിന് ഒരേ പാട്ട് പല വിധത്തിൽ പാടി കൊടുക്കാൻ പോണത്ര നമ്മുടെ മാസ്റ്റർ. അത് ശരിയാണ്. ക്ലാസിക്കൽ, ബംഗള, വെസ്റ്റേൺ മുതലായ എല്ലാ നൃത്തങ്ങളും അദ്ദേഹം ആടിപ്പാടി കാണിക്കാൻ പോവുകയാണ്. അനാഥ പയ്യനടിച്ച ഭാഗ്യം നോക്ക്. കലാമന്ദിരത്തിന്റെ നടത്തിപ്പ് തന്നെ വിത്തന്റെ കയ്യിലാ. കഴിവുള്ളവൻ നേതൃത്വം എടുക്കുന്നതിൽ പിശകിലടാ. നീ പോയി വേല വല്ലതും നോക്ക്. ആ മുടിഞ്ഞ വേലയല്ലേ എനിക്ക് തന്നത്, വാച്ച്മാന്റെ വേല. വാച്ച്മാൻ എന്ത് വേലയുള്ളത്? നടരാജ, ഉറച്ചു നിന്നാൽ എന്ത് കാര്യവും സാധിക്കാം. ചെയ്യുന്ന തൊഴിലാണ് ദൈവം എന്നാ. ഹൃദത്താം 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 താ തത്തരിതാ ഹൃദത്തനതാ ഹൃദത്തനുതാ ഹൃദത്തിമിതാ. സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിലെഴും. സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിലെഴും. കൊണ്ടാടിടാം കലകന്ദിനമിവിടെ എല്ലാരുമേ ഇന്നു നിറകണമാ. കലകന്ദിനമിവിടെ ഇന്നു നിറകണമായി. കലമക കൈതരും ആനന്ദ ഗരിതരും മഴകിടും ഇത് ഭേദമില്ല തിരിവുമില്ല ഭേദമില്ല തിരിവുമില്ല. എങ്ങെങ്ങും അരങ്ങേറും ശ്രുതിയേറും നടമാടുന്നു. ഇത് നടനമിടും 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 നടനമിടും. സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും. കൊണ്ടാടിടാം കലതൻ ദിനമിവിടെ എല്ലാരുമേ ഇന്ന് നിറകണമായി. കൊണ്ടാടിടാം കലതൻ ദിനമിവിടെ എല്ലാരുമേ ഇന്ന് നിറകണമായി. സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും. കലമക കൈതരും ആനന്ദ ജതിതരും പദം ഇളകിടും ലയം അഴകിടും. ഇതിൽ ഭേദമില്ല പിരിവുമില്ല ചലനമെങ്ങെങ്ങും അരങ്ങേറുന്നു ശ്രുതിയേകുന്നു നടമാടുന്നു. സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും.
1 and the 2 and the 3 and the 4 and the dance. Watch me, everybody, carefully. 5 and the 6 mix with the music. 7 and the 8, it makes it great. Just move to the rhythm of the beat that you feel in your soul. Yeah, yeah, that's good. Yeah. Feel with the mind you can reach for the stars. Tempo, please. Live with the music and swing to the dance. സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും കൊണ്ടാടിടാം കലരൻ ദിനമിവിടെ എല്ലാരുമേ ഇന്ന് നിറകണമാ സരസം തിരുനടനമിടും ഒരു അത്ഭുതം കൺമുന്നിൽ എഴും കൊണ്ടാടിടാം കലരൻ ദിനമിവിടെ എല്ലാരുമേ ഇന്ന് നിറകണമാ വന്നല്ലോടാ എന്റെ വൈകി തടിക്കാൻ വരിക നശിച്ചവന്മാര് അയ്യ വല്യെടുത്ത കൊച്ചിനെ നിർത്തവിടെ കൊപ്പി നിർത്ത് നിർത്തുന്നില്ലയോ പെൺപിള്ളേരുള്ളടത്ത് വാച്ച്മാൻ നിലയ്ക്ക് വരരുത് എന്താടാ എല്ലാരും ക്ഷീണിച്ചാണല്ലോ നിൽക്കുന്നത്? കുട്ടികളാണടാ പാവങ്ങൾ. വളരെ സൗകര്യമല്ലേ, മണിയിരുത്തി കൊഞ്ചിക്കാവല്ലോ. ഇവിടെ തന്നെ കൊഞ്ചിക്കണോ അതോ എടുത്തുകൊണ്ട് പോയി കൊഞ്ചിക്കണോ? കാശ് വളരെ ചെലവാകും ആശുപത്രിയിൽ നിന്ന് വെളി വരുമ്പോ. സമ്മതമാണോ? ഞങ്ങള് ഡാൻസ് പഠിക്കാൻ വന്നതാ. മോന്ത കണ്ടിട്ട് പഠിക്കാൻ വന്ന പോലെ തോന്നുന്നില്ല, അഴിവാങ്ങാൻ വന്നതായിട്ട് തോന്നുന്നത്. മര്യാദക്ക് പറയുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരാ. എന്നെയാണ് അടിച്ചത്. ആരെങ്കിലും അതിനെ ഈ കാമ്പൗണ്ടിനുള്ളിൽ വന്നാൽ കൊന്നുകളെ ഞാൻ. കരുതിക്കോ. അമ്മേ അമ്മേ അച്ഛൻ എവിടെ ഇരുന്നിട്ടാ അടിച്ചടിയിൽ 4 വല്ല ഇളകിപ്പോയി. എന്താ ഒരു മാതിരി വരുന്നത്? അങ്ങനെയൊന്നുമില്ല. ആ റബടി പിള്ളേരെ കാവക്കാരന്റെ പണിയുമായി ഞാൻ അവിടെ നിൽക്കുമ്പോ എന്നെ വെട്ടിച്ചു പോയാല് വിടുമോ? ഞാൻ കൊടുത്ത കണക്കിന് ജീവനും കൊണ്ട് ഓടി. നിങ്ങളുടെ വരവ് കണ്ടിട്ട് കൊടുത്ത മാതിരി ഇല്ലല്ലോ, വാങ്ങിച്ചോണ്ട് വന്ന മാതിരി ഉണ്ടല്ലോ. നീ പറയുന്നത് കേട്ടാ അവര് വന്ന് വഴക്ക് പിടിച്ച പോലെയോ മാസ്റ്റർ അടുത്ത് ഞാൻ പോയി വല്യെടുത്ത പിള്ളേരാണെന്ന് പറഞ്ഞ പോലെയോ മാസ്റ്റർ എന്നെ അടിച്ച പോലെയല്ലേ തോന്നൂ? ഓഹോ, മാഷാണ് അടിച്ചതല്ലേ? എന്ത്? അയാൾ എന്നെ അടിച്ചു വന്നു? അയാൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഇന്ന് തന്നെ വേല വിട്ട് പോകാൻ പറഞ്ഞാൽ പോകേണ്ടവനാണ്. എന്തായി പറയുന്നേ? അത് തന്നെ, നീ ഇന്നലെ വന്നവൾ 1988 എന്ത് 88ലോ? നിനക്കെന്താ കാല് കേൾക്കില്ലേ? 58 ഹാഫ് ഡ്രോയറും ഇട്ടോണ്ട് മൂക്കിള ഒഴുക്കി എന്തെങ്കിലും വേല വാങ്ങിച്ചു തരണേ. നിങ്ങൾ ചോദിച്ചോ? ചുമ്മാനില്ലേ, മാസ്റ്റർ ചോദിച്ചു. എന്താപ്പാ നിനക്ക് അമ്മയാച്ചനുമില്ലേ എന്ന്. ഞാൻ അനാഥനാണെന്ന് അവൻ. അയ്യോ പാവം തോന്നി കൊണ്ടുവന്നതാ. ഇന്ന് എന്താ പറ, എവിടെ എത്തി മാസ്റ്റർ? അപ്പോഴങ്ങനെയാണല്ലേ? നിന്നില്ല, ഇപ്പൊ തന്നെ മാഷ് എടുത്തു പോയി ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് വരാം. ഇതാ നോക്ക്, ഇത് പോയി അങ്ങേരോട് പറഞ്ഞാൽ അങ്ങേർക്ക് കുട്ടികളുടെ മനസ്സ് സങ്കടപ്പെടും. മനസ്സിലായോ പാർവതി? ഞാൻ ചേർത്ത് വിട്ട ആൾക്കാരൊക്കെ എവിടെയോ പോയി ചേർന്നു. നീ മാത്രം എന്നെ ചേർത്താൽ എവിടെയെങ്കിലും പോവും. എങ്ങും പോവണ്ട, ഇവിടെ അങ്ങ് ഇരുന്നാ മതി. നോക്ക്, സിനിമയിലാണ് ഞാൻ ഇത്തരം വേലകൾ കണ്ടിരിക്കുന്നത്. നിങ്ങള് അതിലും കടുത്ത് വെട്ടിയിരിക്കുന്നു. ഇതൊക്കെ വേറെ ആരോടെങ്കിലും പ്രയോഗിക്ക്. നോക്കിക്കോ, ഇപ്പൊ തന്നെ ഞാൻ മാഷ് എടുത്തു പോയതെ പറ്റി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് പാർവതി എന്നല്ല. എന്റെ പൊന്നെ, ഇത് പോയി മാസ്റ്റർ അടുത്ത് പറഞ്ഞാൽ നടരാജന്റെ ഭാവി പതിങ്ങെടുത്തോ? കൈയെടുക്കണോ? ഒറിജിനൽ ബ്രാസിൽ ചെയ്ത് ചെലങ്കിയാണ് സാർ, പക്ഷേ വില ശകലം. ഫാമിലൊന്നല്ലേ പറഞ്ഞത്? പ്ലാസ്റ്റിക് മണിയായിട്ട് വെച്ചിരിക്കുന്നു. കാലിൽ എന്തെങ്കിലും പറ്റിയാൽ മാസ്റ്റർ സകലകലാ വല്ലഭനാണ്. പഴയ തോല് എടുത്തിട്ട് പുതിയ തോല് ചെയ്തിരിക്കുക. എന്നാ കൂലി കുറച്ചുകൂടെ കൂടുതൽ. അത് ശരി, പുതിയ മൃദംഗത്തിന് ഓർഡർ വന്നല്ലോ, അതപ്പോ വരും.
പ്ലാവിന്റെ തടിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ വരും. പക്ഷേ വില കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം. ഹലോ മിസ്റ്റർ നായർ സാർ, കൊട്ടേഷൻ വാങ്ങിയിരുന്നല്ലോ, ആ ഓർഡർ ഫയൽ എടുത്തോണ്ട് വരൂ. ഓക്കെ സാർ, വാട്ട് ഈസ് നോൺസെൻസ്? ആമത്ത് വില ടൈപ്പ് ചെയ്തിരിക്കുന്നത്. വാട്ട് ദി ബ്ലഡി ഹെൽ ഈസ് ദിസ്? ആരും ടൈപ്പിസ്റ്റ്? സാർ പിന്നെ ശരി, ഇപ്പോഴും ശരി. ആരുടെ വീട്ടു സ്വത്ത് ആർക്കാ വാരി കൊടുക്കുന്നത്? 500 രൂപയ്ക്ക് 5000 രൂപ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധയിൽ എവിടെ പോയി? ദിസ് ഈസ് ടൈപ്പിസ്റ്റ്. യെസ് സർ. ഇനിമേൽ ഞാൻ തെറ്റായി ചെയ്യില്ല. എനിക്ക് മാപ്പ് തരണം സാർ. എന്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. എന്റെ അച്ഛൻ എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. അനിയന് പിള്ളവാദം, അനിയത്തി മിണ്ടാൻ വയ്യാത്തവളാണ്. സാർ, ഇനിമേൽ ഞാൻ ശ്രദ്ധിച്ച് ചെയ്തോളാം സാർ. എന്നാൽ ഇതുകൊണ്ട് എന്നോട് വേല വിട്ടു പോകാൻ മാത്രം പറയരുത് സാർ. എന്നെ ആശ്രയിച്ചാണ് എന്റെ കുടുംബം ജീവിക്കുന്നത്. ഞാൻ അമ്മയില്ലാത്തവളാണ് സാർ. ഓക്കെ, ഇനി മേലെങ്കിലും വേല ശരിയാ ചെയ്യും. താങ്ക് യു സാർ. മരുന്ന് കഴിക്കട്ടെ? എപ്പോഴും സന്തോഷമായിരിക്കേ പതിവ്. ഇന്നെന്താ മോളെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, വല്ലാത്ത തലവേദന. കല്യാണം കഴിച്ച് തനിക്ക് ചേർന്ന് പുരുഷനത്ത് ജീവിക്കേണ്ട ഈ പ്രായത്തില് ഇതുപോലെ രാത്രിയും പകലും ഞങ്ങൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയല്ലേ മോള്? നിങ്ങളുടെ സന്തോഷമാണ് അച്ഛാ എനിക്ക് വലുത്. ഊണ് കഴിക്കും മോളെ. ഇപ്പോഴുണ്ടോളൂ അച്ഛാ? ചേച്ചി, എനിക്ക് കുറച്ച് ചോറ്. ഇതാ തരാം. ഭാവികൾ ഇങ്ങനെ അവളെ പാടുപെടുത്തുന്നല്ലോ. എന്നാണോ ഇനിയൊരു നല്ല കാലം വരുന്നത്? മോളെ, നീ പോയി ഉണ്ണു മോളെ. എന്റെ അച്ഛൻ എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. അനിയന് പിള്ളവാദം, അനിയത്തി മിണ്ടാൻ വയ്യാത്തവളാണ്. എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വയ്യ, കണ്ടവന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്റെ മോൻ അമ്മയില്ലാതാവണമെന്നാണോ ആശ? സത്യമായത് ഞാൻ സമ്മതിക്കില്ല. എന്താടി, എന്നെ നിയന്ത്രിക്കാൻ നീ വളർന്നിരിക്കുന്നു മൂദേവി. വായും പൊത്തിക്കൊണ്ടൊരു മൂലയിൽ പോയി കിടന്നോ. നിന്റെ കാലിൽ വീണ് കിടക്കാനല്ല ഈ മൃദംഗ വിദ്വാൻ പാപ്പനംകോട് ബാലസുബ്രഹ്മണ്യം പിറന്നിട്ടുള്ളത്. അത് മറക്കാതെ മനസ്സിൽ വെച്ചു. എന്റെ കാലിൽ നിങ്ങൾ എന്തിനു വീഴണം? നിങ്ങളുടെ കാലിൽ വീഴേണ്ടോടല്ല ഞാൻ. വേണ്ടാത്തൊന്നും പറയണ്ട.
നോക്ക്, ഇതിന് നീ സമ്മതിച്ചില്ലേൽ പിന്നെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് നടക്കും? എല്ലാം നശിക്കും, കുടുംബം തകരും. അതോടെ എന്റെ മകന്റെ പഠിപ്പും ഭാവിയും എല്ലാം പാഴായി പോകും. അത് നിർത്തൽ. ഒരേ ഒരു മകനെ പ്രസവിച്ചതിനാ ഇത്ര വലിപ്പം പറയുന്നു. നിങ്ങളുടെ ലക്ഷണത്തിന് 10 മക്കളെ പറ്റിരുന്നാല് ഭാര്യ ഇപ്പൊ തെരുവിലായി പോകുമായിരുന്നു. എന്താ പറഞ്ഞ നീ? ഞാനെന്താ ദരിദ്രവാസിയാണെന്ന് വിചാരിച്ചു? കുത്തിരും തിന്നാ കൂടെ 3 തലമുറക്കുള്ള സ്വത്തുണ്ടടി. നിങ്ങളുടെ സ്വത്തിൽ കണ്ണു വെച്ച് ഞാൻ കഴുത്ത് നീട്ടിയതല്ല. നിങ്ങളുടെ സംഗീത ജ്ഞാനവുമാണ് എന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ഞാൻ പറയുന്ന കേൾക്ക്. എന്റെ താടിക്ക് ഭീഷണിയാവുന്ന മറ്റും നടക്കുകയാണെങ്കിൽ മേലിൽ നിങ്ങൾക്ക് എന്നെ ഞാനവിടെ കാണാൻ പറ്റില്ല. എന്റെ വില ഇപ്പൊ മനസ്സിലായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ വലയിടത്തിലെ പിള്ളേരെ പിളക്കാൻ പാടില്ലാതെ. വന്ന കാര്യം പറ, നിനക്ക് എന്ത് പറ്റി? വന്ന കാര്യം എന്താ? നമ്മുടെ പെൺപിള്ളേർ പാർക്കുന്നില്ലേ ഹോസ്റ്റൽ, അവിടെ പോയി നോക്കണം. പിള്ളേർ ബഹളത്തിന് വന്നിട്ടുണ്ട്. അമ്മേ, എന്താണ് തനിയെ പോവേണോ? അയ്യോ, അപകടത്തിലാകരുതേ. കൂടെ വേണമെങ്കിൽ ഞാൻ വരാം. അമ്മേ, നടരാജ, ഇന്ന് എന്തോ നടക്കാൻ പോകുന്നു കേട്ടോ. ഞാൻ ആരാണെന്നറിയാമോ? ഇവനാണ് നൈറ്റ് കിങ്. അതേടി, രാത്രി രാജ. എന്താടി വിളിച്ചിട്ട് പുറകോട്ട് പോവാണല്ലോ? ആരാടി മാല, ആരാ ലീല? പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി. ഒന്നും പറയടി. ഞാൻ പറയണ. അമ്മേ, അമ്മേ, മഹാഭാവികള് പീസായി ഒടിച്ചു കളഞ്ഞില്ലേ? ഇവിടെ അതെ, അവിടെ തന്നെ അമർത്തി തടവ്. അയ്യോ വേണം ഇരുന്ന് ചൂട് വയ്ക്കാന്ന് വെച്ചാ? അല്ല, നിന്റെ കൈ തൊട്ടപ്പോ എന്തൊരു സുഖാണെന്ന് അറിയാമോ? അത് കൊള്ളാമല്ലോ. തനിക്ക് അവിടെ കിട്ടിയത് പോരല്ലേ? എന്നാ ഞാൻ ഇവിടെ കൂടെ തന്നു. നിനക്ക് ചൂട് വയ്ക്കണല്ലേ? മൊട്ടകളി ഞാൻ തട്ടി വയ്ക്കുന്നത് നോക്കിക്കോ. നിനക്ക് ചൂടല്ലടാ. നിനക്ക് എന്നെ നോക്കൂ. 1 2 1 2 1 2 1. നോൺസെൻസ്. നിങ്ങളിലേക്ക് സ്റ്റുഡന്റ് ഈ മാതിരി ആശകൾക്കൊന്നും ഇവിടെ ഇടം കൊടുത്തുകൂടാ. ഐ എം സോറി സർ. Come on, once again.
ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ടൈം 1:30. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. നിങ്ങൾ ഇനിയും പോയില്ലേ? അതില്ല സർ, ഇവിടെ വേല തീരാനുണ്ടായിരുന്നു. നോ, പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ട് മതി. ഓക്കെ സർ. പറഞ്ഞു കേട്ടില്ലേ? നടരാജ, 10 വർഷമായി വാച്ച്മാൻ വേലയ്ക്ക് വന്നിട്ട് ഈ 10 വർഷത്തിൽ നിന്നെ ആരെങ്കിലും വാച്ച് ചെയ്തിട്ടുണ്ടോ? ഇത് നോക്ക്, വന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. സ്വീറ്റ്, പലഹാരം, ഇങ്ങനെ വാച്ചറായിട്ട് പോകാതെ 6 ഗജം തുണി ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ കുത്തിയിരുന്നെങ്കിൽ എത്ര പേര് ക്യൂവിൽ നിൽക്കുമായിരുന്നു. ശരി, നമ്മുടെ തലയിൽ എഴുതിയത് ഇതൊക്കെയാണ്. രേവതി, രേവതി, നിന്റെ മാവ് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. മാസ്റ്റർ കൊടുത്തയച്ചതാണ്. മൂക്ക് പിടിച്ചിരി വെട്ട്. നീ ഒന്നും വിഷമിക്കണ്ട മോളെ, വിശന്നാൽ നാണം എന്തിന്? രേവതി, ഉണ്ടിട്ട് മിച്ചമുണ്ടേ ഞാൻ വന്നൊരു വെട്ടിക്കോളാം. വരട്ടെ. അച്ഛാ, ഇവിടെ അച്ഛാ മുരളി വിഷയം കാണുന്നില്ല. എന്താ മോളെ, എവിടെയെങ്കിലും വെളിയിൽ കളിക്കാൻ പോയി കാണും. വന്നോളൂ. ഇതാ അച്ഛാ സീറ്റ്. എന്താ മോളെ വിശേഷം? എന്തോ വല്ല ശമ്പളവും കൂട്ടി കിട്ടിയതിന്റെയാണ്? അല്ല അച്ഛാ, എപ്പോഴായാലും ഞങ്ങളുടെ സ്കൂൾ കറസ്പോണ്ടന്റ് ഇല്ലേ, അറിയാതെ വന്ന് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇന്ന് എങ്ങനെയോ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നില്ലെന്ന് അറിഞ്ഞ ഉടനെ ഒരു കരിയർ നിറയെ ചോറും പലഹാരങ്ങളും സ്വീറ്റ്സ് എല്ലാം കൊടുത്തു വിട്ടച്ച. അതായത് കോപം ഇരിക്കുന്ന സ്ഥലത്താണ് മോളെ ഗുണം ഇരിക്കുന്നത്. അമ്മേ, മുരളി, ശ്രദ്ധിച്ചു നടക്കണ്ടേ? എന്താ ചേച്ചി വാങ്ങിച്ചേ? ലഡു, ജാംഗ്രി എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഭാഷേ, എന്താ മോളെ, എന്താടാ മുരളി, എന്താടാ ഇങ്ങനെ ഉരുണ്ട് വീഴുന്നത്? സ്വന്തം കുട്ടിയെ നോക്കാൻ ആയ വേലയ്ക്ക് വെക്കുന്ന കാലമാണിത്. നമ്മുടെ ലൈഫില് ഇങ്ങനെ ആടി മേടിച്ചത് ആദ്യമായിട്ടാടാ. ഷൈം, മാനക്കേടായടാ. അരുൺ, നീ ആര്? സാധാരണ മനുഷ്യനാണ്. നിന്റെ അച്ഛൻ എത്ര വലിയ പൊസിഷനിലാടായിരിക്കുന്നത്. അദ്ദേഹം അറിഞ്ഞ വളരെ ഫീൽ ചെയ്യോടാ. നിന്റെ അന്തത്തിന് ഇങ്ങനെ അടി വാങ്ങി മിണ്ടായിരുന്നാ മതിയോടാ. നിന്റെ അച്ഛൻ വലിയ മനസ്സിലാടാ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് സഹായിക്കടാ. എവിടെയാ കണ്ണൻ? എന്തിന്? ഈ സ്ഥലം സർക്കാരിന്റെ വകയാണ്. അതുകൊണ്ട് മിണ്ടാതെ സ്ഥലത്തുനിന്ന് മാറിത്തരണം. സർക്കാരിന്റെ വകയാണെങ്കിൽ ഓഫീസറല്ലേ വരേണ്ടത്? നാട്ടുകാർ വരുന്ന എന്തിനാണ്? ഇവൾക്ക് മുഷ്ക് വളരെ കൂടുതലാണ്. നിങ്ങൾ വന്ന കാര്യം നോക്കേടാ, അവൻ തന്നെ വരും. ഇതാ വന്നടാ. രവതി, നീ ഓഫീസിലേക്ക് പോ. ഇങ്ങോട്ടാരും വരണ്ട. ഇത് കലാമന്ദിരത്തിന്റെ സ്വന്തമായ സ്ഥലമാണ്. അന്യന്മാർക്ക് ഇത് ഒരവകാശമില്ല. ഇതിന് ട്രസ്റ്റ് ഉണ്ട്, അറിയോ? ഇവന്റെ അടുത്ത് എന്തിനാ പ്രസംഗിക്കുന്നത്? എല്ലാ ആഴ്ച തകർക്കണ.
ഇൻസ്പെക്ടർ, അവനെ മിസ്റ്റർ കണ്ണൻ, എന്റെ മകൻ നിങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. നോനോ, എനിക്ക് ആശ്ചര്യമായിരിക്കുന്നു. അങ്ങേപ്പോലെ ഒരു ബോധമുള്ള പൊളിറ്റീഷ്യനെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് യു. വരട്ടെ. താങ്ക് യു. കണ്ണൻ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ എനിക്കൊന്ന് ഫോൺ ചെയ്താൽ മതി. വരട്ടെ. ആട്ടെ. തക്കത്തരികിടത്തോ തരികിടത്തോ തട്ടിത്തോ തെറ്റിത്തോ തെറ്റിത്തേ തട്ടിത്തേ. എന്താ പാർവതി, ഈ നടരാജെല്ലാം തന്നെ താണ്ടു ആടുന്നത് മോശമല്ലയോ? നിനക്ക് കാലേ തൂക്കി ആടാൻ അറിയാമോ? നിന്റെ ഡാൻസ് മാസ്റ്ററായി ഞാൻ ഡാൻസ് പറഞ്ഞു തരട്ടെയോ? താൻ ആദ്യമാകുമ്പോ പറ. നാല് എരുമയെ കൊണ്ടുവന്നു വിടാം. ഇവിടെ നടരാജു, തനിക്കെന്നാ നടുവടിഞ്ഞു പോയോ? ഈ കിന്നാരൊന്നും എന്റെ അടുത്ത് വേണ്ട, എന്നെ വേല നോക്കിപ്പോ. എന്റെ വേലയാ നോക്കുന്നത്. ഞാൻ വാച്ച്മാനാണ്, എപ്പോഴും നിന്നെ വാച്ച് ചെയ്യുകയാ. ഇതെന്താന്നറിയോ? ചൂലം കെട്ട്, അതും നിന്നോണ്ട് നോക്കുന്നത്. എന്നാൽ ഇരുന്നോണ്ട് തൂക്ക്. കളിയാക്കണ്ട, ഇതുകൊണ്ട് തൂത്തെടുത്ത് കുപ്പത്തൊട്ടിയിലിടും. കരുതിക്കൂ. നീ കുപ്പത്തൊട്ടിയിലിട്ടാ ഞാൻ അവിടെയും കിടന്ന് വാച്ച് ചെയ്യും. പാർവതി, വാച്ച്മാന്റെ വേല സാധാരണ വേല എന്ന് വിചാരിക്കരുത്. എന്നോട് ചോദിക്കാൻ ആർക്ക് വരാൻ പറ്റില്ല, പോകാനും പറ്റില്ല. പരമാർത്ഥം. ചില വീടുകളിൽ നായക്കുട്ടിയാണ് കാവലിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മാലയിട്ട് പൂജിക്കാൻ ആര് പോകും? ഇത് നോക്ക്, നായ തന്നെ. അവിടെ നിനക്ക് അബദ്ധം പറ്റിയത്. ചില വലിയ വീടുകളിലെ അൽസേഷനെ പൊമേറിയനെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കാറുണ്ട്. അതും എനിക്കറിയാമോ? അറിയാമേ. ഏത് അബ്സേഷൻ പറ്റി ആയാലും ചൊറി പിടിച്ചാൽ അതിനെ കല്ലെടുത്തെറിഞ്ഞോണം പിടിക്കുന്നത്. നടരാജ, ഇന്ന് ആരുടെ മുഖമാണ് കണിയേണ്ടത്? നിന്റെ പല തരികണത്തോ? നടരാജ, ഈ പെണ്ണുമായിട്ട് എന്താ വേണ്ട? സാർ, ഈ പെണ്ണ് വേല ചെയ്യാൻ പറഞ്ഞ ചെയ്യാൻ പാവമല്ലേ സാർ? സാറികളെന്നെ അർത്ഥം വെച്ച് നോക്കാണ് സാർ. അത് പറ. അപ്പൊ ഒരു നല്ലതാണെന്ന് നോക്കി അങ്ങ് നടത്തി വിട്ടേക്കാം. എന്താ നായർ സാറേ, നിങ്ങളൊന്ന് പോണം സാർ. അപ്പോ ഞാൻ ഇവിടെ നിക്കണമെന്നല്ലേ? അയ്യോ, അയ്യോ, എന്നെ കൊല്ലല്ലേ? അയ്യോ. കുടുംബത്തിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടാകാം. നടന്നുകൂടാത്ത നടന്നിരിക്കുകയാണ്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി കഴിയരുത്. ഞാൻ ഒതുങ്ങി കഴിയുകയാണ്. യാതൊരു കുടുംബ ബന്ധവും എനിക്കില്ല. സകലതും മറന്ന് ജീവിച്ചു വരികയാണ്. അങ്ങനെ പറയരുതപ്പനെ. താൻ ആടിയില്ലെങ്കിലും തന്റെ ദേഹം ആടുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. അമ്മയാണെങ്കിൽ കാണാൻ മാർഗമില്ല. അവരെവിടെ കഴിയുമോന്നും അറിയില്ല. വളരെ അടുത്തിരിക്കുന്ന അച്ഛനെങ്കിലും ഒന്ന് പോയി കാണരുത്. ഇപ്പൊ കൈ മേലോട്ട് ഉയർത്ത്. ഇരിക്ക്. ഇപ്പൊ കൈ ഇങ്ങനെ വെക്ക്. ഇരിക്കും. കൈ നേരെ വെക്കണം, വളയ്ക്കരുത്. സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇരിക്കും. ഇരിക്കും. കനകാംബരത്തിന് മുല്ലപ്പൂവായിരുന്നു. എന്ത് പോകുവളി, എന്നെ ഭദ്രകളിയാക്കരുത്. എന്ത് ചെയ്യും? ഇന്നു മുതൽ ഇവൾ എന്റെ കൂടെ തന്നെ ഇരിക്കും. നിങ്ങളെ അകത്ത് പോകാൻ സമ്മതിക്കില്ല. അമ്മോ, ഇവരെ വലിയ വായാടിയെ പോലെയല്ലേ പറയുന്നത്? ഉവടി, നീ ഇതും പറയും ഇതിനധികവും പറയും. അയച്ചുവിട്ട തലയ്ക്ക് മോളിന് ഡാൻസ് പറഞ്ഞ മാതിരി ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, നീ ഒന്ന് ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ ബുദ്ധി കെട്ടുപോയെന്ന് വിചാരിച്ച് നീയും അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്നത്? ഞാനങ്ങ് നടക്കാൻ വരുന്നില്ല. സ്വന്തം ഭർത്താവാണ് എന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചു വരുന്നത്. ഇദ്ദേഹം എന്റെ ഭർത്താവാണെന്ന് അറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാ എന്റെ ജീവിതത്തിൽ കുറുക്ക് വരുന്നത്? ഞാനങ്ങ് കുറുക്ക് വരുന്നില്ല. ഈ കഴുതടുത്ത് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് ഒരുപ്പോ ഇപ്പൊ എനിക്ക് രണ്ടിലും അറിഞ്ഞേ തീരൂ. അറിഞ്ഞേ തീരൂ അല്ലേ? പൊടി. അമ്മേ, അമ്മേ, കണ്ണു, അമ്മേ, അമ്മേ, കരയിലമ്മേ. വിട്ടിട്ട് പോവാ? ഞാനും വരാമേ. എനിക്ക് പേടിയാവുന്നു. ഇവിടെ നോക്ക്, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. രാത്രി കിടന്നപ്പോ പാല് കുടിച്ചില്ലല്ലോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം.
വരുന്നു കണ്ണ. ഒന്നുമില്ല മോനെ, വൈറ്റമിൻ ഗുളികയാ. ഞാൻ നന്നായില്ലേ ഇരിക്കുന്നേ? അതെ, ഇതേപോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നന്നായി പഠിച്ച് വലിയ വലിയ ബിരുദമെല്ലാം വാങ്ങണം. അച്ഛന്റെ വാക്കിനെ എതിർക്കാതെ സ്നേഹമായി നടന്നോളണം. സ്വാമി, എനിക്ക് അച്ഛന് പണ്ടേ ഇഷ്ടമല്ല. തെറ്റുമോനെ, അച്ഛനാണ് നിനക്കെല്ലാം. അമ്മ എന്തിനാ പിന്നെ അച്ഛൻ്റെ അടുത്ത് വഴക്ക് കൂടുന്നേ? അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. പാല് കുടിക്ക. അത് പറഞ്ഞാലേ ഞാൻ പാല് കുടിക്കുള്ളൂ. ശരി, ഇതാ. നല്ല അമ്മ. അമ്മ എന്തിനാ കരയുന്നേ? ഞാനല്ലേ അമ്മക്ക്. എപ്പോ വന്നാലും അമ്മ അമ്മ നോക്ക്, നിനക്ക് നല്ല പാവ് വാങ്ങിച്ചു തരാം, മോട്ടോർ കാർ വാങ്ങിച്ചു തരാം, എയറോപ്ലെയിൻ വാങ്ങിച്ചു തരാം. ഒന്ന് ചുമ്മാ ഇരിക്കടാ. നോക്ക്, നിന്റെ അമ്മ ഈ വീട് വിട്ട് ഓടിപ്പോയി. മേലിൽ അവളെ പറ്റി മിണ്ടരുത്. എനിക്ക് അമ്മ വേണച്ചാ. അമ്പലത്തിൽ എന്നടി എന്താടി അമ്മ അമ്മയാണ്? അതെ, നന്നായി പാടുന്നല്ലേ? അവരെ കണ്ടാ പാമായി തോന്നുന്നു. അവരെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടിട്ട് പോവാ. ചുമ്മാ എഴുതി വാങ്ങി കുത്തിട്ട്. അച്ഛാ, എന്താ എന്നാ കഴിച്ചു? വേണ്ട അച്ഛാ, അച്ഛനെങ്കിലൊന്ന് പറയൂ പ്ലീസ്. ഇത്രയായിട്ടും ചാറ്റി പിടിക്ക. ശരി വാ. അമ്മേ, നിങ്ങൾ ഏതമ്മേ? ഏതാ നാട്? നാടും വീടുമല്ലേ ഇപ്പൊ എന്തിനാ? വല്ലതും കിട്ടുന്നതും കഴിച്ചുകൊണ്ട് കോവിൽ തോറും തൊഴുത് നടക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം വളരെ നന്നായിരിക്കുന്നു. കച്ചേരി നടത്തുന്ന പതിവ് വല്ലതും? അതെല്ലാം മറന്നിട്ട് എത്രയോ വർഷങ്ങളായി. അതേക്കുറിച്ച് വിചാരിക്കുന്നതിന് വേദനയാണ്. അങ്ങനെ പറയരുത്. നോക്കൂ, ഇന്ന കാലത്ത് പേപ്പർ വായിച്ചില്ലേ, ഡാൻസ് സ്കൂളിന് ടീച്ചറെ വേണമെന്ന് മറന്നുപോയോ? അതെ, ആ കലാമന്ദിർ തന്നെയല്ലേ? അമ്മേ, ഞാൻ അതിനു വേണ്ട ഏർപ്പാട് ചെയ്യട്ടെ. എന്താ ആന്റി ആലോചിക്കുന്നേ? ആന്റിന്ന് പറയാ ആന്റി. പറയാ ആന്റി. നല്ല ആന്റി. ഇതാമ്മേ, പ്രസാദം എടുത്തോളൂ.
സുഖമില്ലെന്ന് അറിഞ്ഞു. കണ്ടിട്ട് പോകാന്ന്. എന്താണ് പറയേണ്ടത്? പമ്പരം പോലെ ചുറ്റി നടന്നിരുന്ന മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നു. പോകും, പോയി കണ്ടിട്ട് വരും. ഗുഡ് മോർണിംഗ് സർ. ഹോർലിക്സ് എനിക്ക് തരട്ടെ സർ? ഹലോ, 1 minute. യെസ്, ഹലോ. നിന്റെ അച്ഛനാണ് മോനെ. കണ്ട, ദയവ് ചെയ്ത് ഫോൺ വെച്ച് കളയരുത് മോനെ. എന്താണ് കാര്യം? നിന്നെ ഒരു തവണയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി ഈ പാപിയുടെ മനസ്സ് തുടിക്കുന്നതാ പൊന്നു മോനെ. ഇതാ നോക്ക്, നടന്നതെല്ലാം മറക്കൂ. നീ വരണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം മോനെ. ഞാൻ ചെയ്ത അപരാധം പാടെ മറന്നു കളയണം മോനെ. മറന്നുകൂടാത്ത നിങ്ങൾ ചെയ്തത്. നിങ്ങൾ എനിക്ക് കാണാൻ ഇഷ്ടമല്ല. നിങ്ങൾ ഇവിടെ വരാൻ പറ്റില്ല. ആ മാനേജർ വിളിക്കും. സർ, ഞാൻ തന്നെയാണ് സർ വന്നത്. നായർ സാറിന്റെ പേരിൽ യാതൊരു തെറ്റുമില്ല. ഏനെ അവസാനിച്ചപ്പോ സുഖമില്ലാതിരിക്കുന്ന അങ്ങയെ വല്ലതും സഹായിക്കാമെന്ന്. അങ്ങനെ ഒരു സഹായം വേണ്ട. പ്ലീസ് ഗെറ്റ് ഔട്ട്. വരട്ടെ സർ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കണം സാർ. നിങ്ങൾ ഇരിക്കണം. ഞാൻ എന്റെ മകന്റെ കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങൊരു ഫോൺ ചെയ്താൽ ഞാൻ തന്നെ പയ്യനെയും കൂട്ടിക്കൊണ്ടങ്ങ് വരുമല്ലോ. അങ്ങയുടെ മകനെന്ന് അറിയാതെ പോയതാണ് സാർ. അറിഞ്ഞിരുന്നേൽ അറസ്റ്റ് ചെയ്യാൻ തന്നെ അനുവാദം കൊടുക്കുമായിരുന്നില്ല സാർ. അവിടെ ഇരിക്കൂ. അവിടെ ഇരിക്കപ്പനെ. നിങ്ങൾ ഈ ഡിവിഷനിൽ പുതുതാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്നെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. ഇൻസ്പെക്ടർ, എന്റെ മകനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ തന്നെ. അവിടെന്നോ? അതെ ഇൻസ്പെക്ടർ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പദവികൾ മനുഷ്യരെ സേവിക്കാനാണ്, അല്ലാതെ അവരുടെ പേര് പറഞ്ഞ് എനിക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പദവികൾ ഇല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള വലിയ ഓഫീസറുടെ അടുത്ത് എനിക്കുള്ള മാന്യത എപ്പോഴും കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഷുവർ. കറപ്ഷൻ ഇല്ലാത്തവരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, പൊതുജനങ്ങളും കൈയെടുത്ത് കുമ്പിടുമല്ലോ. താങ്ക് യു ഇൻസ്പെക്ടർ. ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്റെ മകനെ ജാമ്യത്തിൽ കൊണ്ടുപോകാനാണ്. ഒരു പിതാവെന്ന നിലയിൽ വന്നെന്നല്ലാതെ മിനിസ്റ്റർ എന്ന മുറയിൽ വന്നതല്ല. മോനെ വാരു. കണ്ണന്റെ അഭിനയത്തിന്റെ മുമ്പിൽ നിന്റെ അടിതടയ്ക്ക് അർത്ഥമില്ലാതെ പോയി. മനസ്സിലായോ? പോടാ മോനെ. വരട്ടെ ഇൻസ്പെക്ടർ. ഓക്കെ സാർ. നായർ സാർ. എന്താ മിസ്സി? എന്താ സാർ സ്റ്റുഡൻസ് എല്ലാം ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്? സാർ ഇനിയും വന്നില്ലേ? ഇന്നും കോച്ചിങ് നടക്കില്ലേ? ഇല്ല മിസ്സി, ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. അദ്ദേഹം എണീറ്റ് നൃത്തം ചെയ്തില്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിന്നുപോകും. നമുക്കെന്താ ഇപ്പം ചെയ്യാവുന്നത്? നിന്നേരതിയെന്നു കരുതുന്നു സഖി കണ്ണേവ കന്യ നീ കണ്ണന്നു ജീവനാകവേ ആ
നിന്നേറതിയെന്നു കരുതുന്നു സഖി കണ്ണിവ കന്യ നീ കണ്ണന്നു ജീവനാകവേ നിന്നേറതിയെന്നു കരുതുന്നു സഖി കണ്ണിവ കന്യ നീ കണ്ണന്നു ജീവനാകവേ. പൊന്നിനോടിണഞ്ഞ മേനി പിന്നിലോ നിറഞ്ഞ വേണി പൊന്നിനോടിണഞ്ഞ മേനി പിന്നിലോ നിറഞ്ഞ വേണി പ്രിയതേ നിത്യ കന്യകേ കണ്ണേവാ പ്രിയതേ നിത്യ കന്യകേ മാറനമ്പുകൾ എന്നെയിൽ വാരി വാരി തൂകവേ മാറനമ്പുകൾ എന്നെയിൽ വാരി വാരി തൂകവേ നീ മറയുന്നു മെല്ലെ അണയുന്നു കനവാ മഞ്ചിതേ അകമിഴിയിൽ ദർശനം അരുളും ഏകമാ മോഹമേ സുഖസാരമേ അനകേ അഴകേ ഇനിവാ നിന്നേറതിയെന്നു കരുതുന്നു സഖി കണ്ണിവ കന്യ നീ കണ്ണന്നു ജീവനാകവേ. ഇത് വേണോ ഇത് നിങ്ങൾക്ക് വേണോന്ന് ചെയ്യേണ്ടത് ചെയ്തും വെച്ച് അറിയാത്ത തരത്തിൽ മിണ്ടാതിരിക്കുക. അല്ല, നിങ്ങൾ എന്തായി പറയുന്നേ? ഈ ഭയം മുൻകൂട്ടി വേണമായിരുന്നു. ടൈപ്പ് അടിക്കുന്നത് അബദ്ധമായിട്ട് അടിക്കുന്നത് നിങ്ങൾ എന്തിനാ ഡാൻസ് ചെയ്യുന്നത്? എന്റെ സർവീസ് എന്താ? നിങ്ങളെക്കാൾ 9 വർഷം എനിക്ക് എന്തെല്ലാം അറിയാം. ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, ഡിസ്കോ ഇതെല്ലാം വെച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കല്ലേ? രാജ, ഇത് ഓഫീസാണോ, നിന്റെ വീടല്ല. വരണം, അവനവന്റെ പണി നോക്കണം, പോകണം, അത്ര തന്നെ. നായർ സാർ, ഈ പെണ്ണെന്തിനാ ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത്? മാസ്റ്റർ ഉടനെ വിളിച്ചിരിക്കുക. നിങ്ങൾ ചെല്ലണം. നായർ സാർ, ഇന്ന് രേവതിയുടെ വേല കാലി. എന്താടാ നിനക്ക് ഇത്ര സന്തോഷം? പാവം ഏഴ പെണ്ണാടാ. പെണ്ണായാൽ പേയ ഇറങ്ങുന്ന കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിയല്ലേ? അപ്പൊ ഞാൻ പേയാ? പിശാചി. നിനക്കായി വാങ്ങിക്കൊണ്ടുവന്നതാ. കല ആരുടെയും സ്വന്തമല്ലെന്നുള്ളത് നിന്റെ നൃത്തം കണ്ടപ്പോഴാണ് ശരിയായി അറിഞ്ഞത്. സാർ, പിന്നെ അങ്ങക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കാതായി. അത് കണ്ടിട്ട് എന്റെ മനസ്സ് വേദനിച്ചു സാർ. അങ്ങയുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഡാൻസ് ചെയ്തത് തെറ്റാണ് സാർ. എനിക്ക് മാപ്പ് തരണം. അതിനായി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കളയരുത് സാർ. നീ എന്തായി പറയുന്നത്? ചുമ്മാ വെറും കൈയോടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതുകൊണ്ട് വല്ലതും തന്ന് പിരിച്ചുവിടുന്നതുകൊണ്ട് സാർ, എന്റെ കുടുംബം വളരെ കഷ്ടപ്പെടുന്ന കുടുംബമാണ് സാർ. രേവതി, പേര് പറഞ്ഞു വിളിക്കാമല്ലോ. ടൈപ്പ് ചെയ്യുന്ന കയ്യിൽ മനസ്സിനെ തൊടുന്ന മുദ്രകൾ കണ്ടപ്പോഴേക്കും ഞാനത് ലയിച്ചുപോയി. വിലമതിക്കാൻ വയ്യാത്ത നിന്റെ വിരലിൽ
ഈ ചെറിയ മോതിരം അണിഞ്ഞു കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. താങ്ക് യു സർ. എന്നാൽ അത് വിരലിലിടാൻ എനിക്ക് ധൈര്യമില്ല. എനിക്ക് മാപ്പ് തരണം സർ. ശമ്പളക്കാരുമായി ഞാൻ വെളിയിൽ പോയാൽ അതിനോട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ആരും ചോദിക്കില്ല. എന്നാൽ വൈരമോതിരത്തോടെ പോയാൽ പലരും എന്നെ വിചാരണ ചെയ്യും. മറ്റുള്ളവർക്കെല്ലാം ഞാനൊരു വിനോദ വസ്തു ആയിരിക്കും. വിഷമിച്ചു കഴിയുന്ന അച്ഛൻ പോലും ഇതൊരു മേന്മയായി കരുതില്ല. ഇത് നീ വെളിയിൽ കാട്ടിയാലേ പ്രശ്നം വരും. എന്താ സർ കള്ളത്തരങ്ങൾ പറഞ്ഞു തരുന്നത്? അനുഭവിക്കാൻ പറ്റാതെ ആരാധിക്കാനും വയ്യാതെ പെട്ടിയിൽ മൂടി വെച്ചേക്കാൻ എന്തിനാണ് സാർ ഈ പ്രസന്റ്? സാർ അങ്ങയുടെ കൈകൊണ്ട് 4 വാക്ക്, 4 വാക്ക് ഭംഗിയായി എഴുതി തന്നാൽ മതിയാകും. അതിന് ഫ്രെയിം ഇട്ട് വീടിന്റെ മുന്നിൽ വെച്ചോളാം സാർ. ചോദിക്കുന്നവരോടെല്ലാം മേന്മയായി പറഞ്ഞോളാം. അത് മതി സാർ. എന്താ സാർ പറയുന്നത്? അതൊന്നും നിനക്കിപ്പോ മനസ്സിലാവില്ല. രേവതി, യു ക്യാൻ ഗോ നൗ. സാർ, എന്തോ പറയാനൊരു പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് സാർ. വാട്ട്? പോലീസ് ഇൻസ്പെക്ടറോ? ഞാനൊരു കുറ്റവും ചെയ്തില്ലല്ലോ. ശരി ശരി, വരാൻ പറയും. യെസ് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കണ്ണൻ. ഗുഡ് മോർണിംഗ്. ഒരു മുഖ്യമായ ഇൻഫർമേഷൻ നിങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് പോകാൻ വന്നതാണ്. ഓക്കെ, ടേക്ക് എ സീറ്റ്. താങ്ക് യു. ഇവരാരും നിങ്ങൾക്കറിയാം? പറയൂ. യെസ്, എന്റെ ഫാദറിന്റെ 2ാമത്തെ ഭാര്യയാണ്. കണ്ടിട്ട് കുറെ വർഷമായി. ആ അമ്മയെ കാണാതെ പോയിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ഫാദർ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. കംപ്ലൈന്റ് ചെയ്യാനുള്ള കാരണം അവരോട് തന്നെ ചോദിക്കണം. ഞാനും ആ വലിയ മനുഷ്യൻ തമ്മിൽ പിരിഞ്ഞിട്ട് വളരെ കാലമായി. പ്ലീസ്, ഈ വിഷയം പറഞ്ഞ് എന്നെ തൊന്തര ചെയ്യരുത്. വേറെ എന്തെങ്കിലും എന്റെ പേര് തെറ്റുണ്ടെങ്കിൽ ചോദിക്കോ, ഞാൻ മറുപടി പറയാം. ഓക്കെ മിസ്റ്റർ കണ്ണൻ, ആവശ്യമുണ്ടെങ്കിൽ വരാം. സാർ, എന്താ? ഇന്റർവ്യൂവിനായി കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ആരെയും കാണാൻ സൗകര്യമില്ല, പോണം. ശരി സാർ. ഇന്നത്തേക്ക് വെച്ചിരുന്ന ഇന്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. എല്ലാവരും നാളെ വന്നേക്കും. സാർ, ജതിവായ്പാട്ടിനായി ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അപ്പോ ഇന്നലെയല്ലേ ഇന്റർവ്യൂ ഡേറ്റ്? അങ്ങനല്ലേ സാർ നാളെ വരണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. ഓഹോ, ശരി. എത്ര പേര് വന്നിട്ടുണ്ട്? ഒരേ ഒരു സ്ത്രീ മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നലെ വന്നവരാരും ഇന്ന് വന്നിട്ടില്ല സാർ. ഓക്കെ, വരാൻ പറയും. യെസ് സാർ. സർ, അകത്തേക്ക് വരാമോ? വരൂ അമ്മേ. ഇരിക്കൂ. ശരിയായിരിക്കൂ. താങ്കൾക്ക് സുഖമില്ലാത്ത പോലെ തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ കാപ്പി കൊണ്ടുവരുമെന്ന് പറയാം. അത് ഒന്നും വേണ്ടമ്മേ.
കല്യാണി. ഉള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ പേരിനും രൂപത്തിനും തമ്മിൽ ഇണക്കമുള്ളതായി തോന്നുന്നില്ല. Am I right? എന്ന് പറയാനൊന്നുമില്ല. എന്റെ പേര് കല്യാണി എന്നാണ്. മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ലക്ഷ്മി എന്ന് നിങ്ങളുടെ പേരിരിക്കട്ടെ. എന്താ നിങ്ങൾക്ക് ആ പേര് പിടിച്ചില്ലേ? അങ്ങനൊന്നുമില്ല. ഇപ്പോ പേര് മാറ്റേണ്ട ആവശ്യം ഇല്ലാതില്ല. കല്യാണി എന്ന് വിളിക്കുന്നതിനേക്കാൾ ലക്ഷ്മി എന്ന് വിളിക്കുന്നതിൽ ഒരു ഗൗരവം തോന്നുന്നില്ലേ? നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും പറ്റി അറിയുന്നതിൽ എതിർപ്പുണ്ടോ? സർ, ഇന്റർവ്യൂവിൽ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നു. തെറ്റാണ്, ക്ഷമിക്കണം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ വേല ചെയ്യാൻ വരുന്ന ഒരു കുടുംബത്തെ പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നത് പതിവുണ്ട്. അവരിവിടെ തുടർന്നിരിക്കുന്നവരാണോ, സിൻസിയറായി ജോലി ചെയ്യുമോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഇതുതവുമല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളുടെ കുടുംബത്തെ പറ്റി. ഭർത്താവുണ്ട്, ഒരേ ഒരു മകൻ. ഇവിടെ തന്നെ ഉണ്ടോ? ഒന്നിച്ചിരിക്കാൻ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അവരെ വിട്ടുപിരിഞ്ഞു വന്നിരിക്കുകയാണ്. സോറി മാഡം, താങ്കൾക്ക് ജോലി തരണമെന്നുള്ള ആശ കൊണ്ടാണ്. അതുകൊണ്ട് എന്താ വിഷയമില്ല. താങ്കളുടെ വോയിസ്, സംഗീതജ്ഞാനം എല്ലാം അറിയാനൊരു ചെറിയ ടെസ്റ്റ്. ഒരു പാട്ട് പാടുമേ? തൊട്ടിലിൽ തുടങ്ങിടും താരാട്ട് നമ്മെ നിത്യവും തുടർന്നിടും ഒരു പാട്ട്. തൊട്ടിലിൽ തുടങ്ങിടും താരാട്ട് നമ്മെ നിത്യവും തുടർന്നിടും ഒരു പാട്ട്. മനസ്സിലിരിക്കുന്നു ഇറക്കി വച്ചിടാം അത് കേട്ട്. മനസ്സിലിരിക്കുന്നു ഇറക്കി വച്ചിടാം അത് കേട്ട്. ഹലോ രവതി, അപ്പോയിന്റ്മെന്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് വേഗം കൊണ്ടുവരും. പേരെന്താ സർ? പേര് മിസസ് ലക്ഷ്മി. ഓക്കെ സർ, കൊണ്ടുവരാം. ഈ ബന്ധം വിട്ടുപോകില്ല എന്ന് വിചാരിക്കുന്നു. ഐ മീൻ, ഈ കലാമന്ദിരത്തിൽ താങ്കൾ ആയുസ് മുഴുവൻ എന്നോടൊത്ത് ഇരിക്കുമെന്ന്. രവതി, അമ്മയ്ക്ക് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യൂ. ശരി സർ. അമ്മേ, സോറി മാഡം, ഇത് ടൈപ്പിസ്റ്റ് രേവതി. കയ്യൊപ്പിടുമ്പോഴെല്ലാം എന്റെ അമ്മ കുട്ടിക്കാലത്തിൽ എഴുതിച്ചിട്ടുള്ളതൊക്കെ ഓർമ്മ വരും. അമ്മേ, നിങ്ങൾ എന്നെ അറിയില്ല, എന്നാൽ എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ലമ്മേ. നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്തത് ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നമ്മേ. എന്നെ കബളിപ്പിച്ച് പാലിൽ ഉറക്കം മരുന്നിട്ട് വന്നിട്ട് പൊയ്ക്കളഞ്ഞില്ലേ? നിങ്ങളെ കാണാഞ്ഞ്
ഞാൻ എത്ര പാടുപെട്ടമ്മേ. അമ്മേ, അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല. ഇപ്പൊ കണ്ടോ, നിങ്ങൾ എന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങളുടെ മകനാണെന്ന്. സ്വന്തം മകനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് കുറച്ചു നാളേക്കാണെങ്കിലും നോക്കി രസിക്കാൻ പാടില്ലേ? ഒരു ദിവസം വരും, എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ ശബ്ദമായിട്ട് അമ്മേ അമ്മേന്ന് ഉറക്കെ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സാർ, സരസുവിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസിൽ വരെയും പോയി കഴിയും. പക്ഷേ ഇതുവരെ അവർ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ആഭരണങ്ങളെല്ലാം പോയതിനെ പറ്റി ഞാൻ ശകലം പോലും സങ്കടപ്പെടുന്നില്ല. എന്നാൽ അവളെന്നെ കളിപ്പിച്ചിട്ട് പോയല്ലോ. മനസ്സ് ധൈര്യം വിടാതിരിക്കണം. കഷ്ടകാലത്തിലും കൂടിയിരിക്കുന്നവര് അന്ത്യം വരെയും താങ്ങായി നിൽക്കും. സുഖിക്കാനായി വരുന്നവരെല്ലാം ഇതുപോലെ ഇടയ്ക്ക് ചരിവിടൂ. ആവട്ടെ, കണ്ണനെ പോയി കണ്ടിരുന്നു. പോയി. ഞാൻ വളരെയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ പയ്യൻ കേൾക്കുന്നില്ല. എന്റെ മകനും എന്നെ പോലെ പിടിവാശിക്കാരനാണ്. എന്നാൽ ഒന്ന് മാത്രം അറിയാം, എന്റെ പിടിവാശി കൊണ്ട് എന്റെ കുടുംബം ചിതറിപ്പോയി. വാശിയും വൈരാഗ്യവുമെല്ലാം നല്ല കാര്യങ്ങൾക്കായിരിക്കണം. എന്നെ പോലെ ആയാൽ ഈ പരുവത്തിലാകും. എന്റെ ലക്ഷ്മി എങ്ങനെല്ലാം കഷ്ടപ്പെടുന്നു. തജം തരിത് തജം റിത് തജം തജം ജം ദിമി തരികിട കുക്കും തരട തക തദീം തതാ തനകു ജണുത ജണുത തനകു ജം തനദീം തനദീം തതാ തതരതാനി ഉതരതാനി തക തജം തുടർന്നിടും ഒരു പാട്ട് ഏതൊരു
ഫോട്ടോ അമ്മേ, നോക്കാമോ? മകന്റെ മൂക്കും മുഖമെല്ലാം നന്നായിരിക്കുന്നു. ആവട്ടെ, ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? എന്തോ അറിയില്ല. ഞാൻ അന്ന് വീട് വിട്ടതല്ലേ. ഈ 10-15 വർഷത്തിനുള്ളിൽ അവൻ എത്ര വളർന്നിരിക്കുമോ? എന്താമ്മേ പറയുന്നത്? ആ ചെറിയ പ്രായത്തിൽ വിട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെയാമേ മനസ്സ് വന്നത്? എന്റെ വീട്ടുകാരന്റെ സ്വഭാവം പിടിക്കാഞ്ഞിട്ടാണ് ഞാൻ അവരെ വിട്ടുപിരിഞ്ഞു പോന്നത്. എന്റെ വയറ്റിൽ പറഞ്ഞ എന്റെ മകനും എന്നെ പോലെ തന്നെ ഓടിപ്പൊക്കളഞ്ഞു. ഇപ്പോൾ അവൻ ഇവിടെ ഇരിക്കുന്നു, എങ്ങനെയെല്ലാം കഷ്ടപ്പെടുന്നു അറിയില്ല മോളെ. എന്റെ കൂടെ അവനെയും കൊണ്ടുപോന്നിരുന്നാൽ അവൻ വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. എനിക്ക് അവനെ നന്നായി പഠിപ്പിക്കാനും പറ്റില്ല. ആ ഭയം കൊണ്ടാണ് അവനെ അച്ഛൻ്റെ അടുത്ത് വിട്ടിട്ട് പോന്നത്. പക്ഷെ ദൈവം വേറെ വിധത്തിലാണ് എഴുതിയത്. എന്റെ അടുത്തും അല്ലാതെ അച്ഛന്റെ അടുത്ത് നിൽക്കാതെ അവൻ എവിടെയോ കഴിയുന്നു. അവനെ കണ്ടുപിടിച്ച് ഒരു പ്രാവശ്യം എന്റെ കൈ കൊണ്ട് ഒരുള്ള ചോറൂട്ടണമെന്നുള്ള ആശ കൊണ്ടാണ് ഈ ജീവനും വേണ്ടി നടക്കുന്നത്. സന്യാസിനെ ചുറ്റി നടന്നിരുന്നവൾ ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖം വേഗം തീരുമമ്മേ. നോക്കിക്കൊള്ളൂ, അപ്രതീക്ഷിതമായി അമ്മയുടെ മുന്നിൽ ചടയുന്നൊരു ദിവസം ആ മോൻ വന്നു ചേരുന്നതാണ്. ആ നല്ല നാൾ അടുത്തു വരാൻ പോവാ. വരുമമ്മേ. മാസാറാ അമ്മ. നീ എന്താ പറയുന്നത്? അവർക്ക് ഭർത്താവും പുത്രനും എല്ലാരും ഉള്ളതാണത്രേ. പക്ഷേ അവരുടെ ഭർത്താവ് വേറൊരു സ്ത്രീയെ വെച്ചുകൊണ്ടിരുന്നത്രേ. അത് പിടിച്ചില്ല അന്ന്. അതുകൊണ്ട് പെറ്റ മകൻ ഇതുപോലെ വിട്ടിട്ട് പോയാണോ? അങ്ങക്ക് ഇതൊക്കെ അറിയാമോ സാർ? അതവര് അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഓർമ്മയാണ്. സാർ, അതൊരു തള്ളയുടെ ത്യാഗമാണ്. തന്റെ മകൻ നന്നായിരിക്കണം, പഠിച്ചു മിടുക്കനായി വരണമെന്ന് വിചാരിച്ചതിൽ തെറ്റൊന്നുമില്ല സാർ. വീട് വിട്ട് ഓടിപ്പോയെങ്കിലും തന്റെ മകനെ കരുതി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അത്രമാത്രം സ്നേഹമുള്ളവര് എപ്പോഴെങ്കിലും മകനെ പോയി കണ്ടിട്ടുണ്ടോ? അവര് വീട്ടിൽ പോയിരുന്നത്രേ. എന്നാൽ ആ പയ്യനെ കണ്ടില്ല. ആ അമ്മ പോയതിൽ പിന്നെയാണ് അവനും വീട് വിട്ടു പോയതത്രേ. അവനെ കാണണം, ചാകുന്നതിനകം അവനോടൊരു വാക്കെങ്കിലും പറയണമെന്നുള്ള മോഹത്തിൽ ഓരോരോ കോവിൽ തോറും ചുറ്റി വരികയായിരുന്നത്രേ. ഇപ്പോഴും അവർ തന്റെ മകന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് എന്നും കണ്ണീർ പൊഴിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഒരു തള്ളയുടെ മനസ്സ് അവനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോ അവൻ എവിടെ പട്ടിണി കിടക്കുകയാണോ, ആരുടെ പിന്നാലെ ചുറ്റി നടക്കുകയാണോ? ആ അമ്മ പാവം സാർ. സാർ, സാർ.
മനുഷ്യ, എന്താ ഇത് പട്ടാപ്പകൽ സ്വപ്നം കണ്ടോണ്ട് കിടക്കുന്നേ? നേരിട്ട് തൊടാൻ പറ്റുന്നില്ല. ശരി, സ്വപ്നത്തിലെങ്കിലും ഒന്ന് കെട്ടി തഴകാമെന്ന് വിചാരിച്ചതാ. അയ്യോ, ഒരു മുഞ്ഞി കയ്യിലെന്താ ഇരിക്കുന്നത് കണ്ടോ? പാർവതി, ഞാൻ നിന്നെ ഈ വേഷത്തിലാണോ കാണുന്നത്? പിന്നെ എങ്ങനെ കാണണം? ആടാടാ, അത് ഞാൻ എങ്ങനെയാ പറയുന്നത്? ചുമ്മാ ഇംഗ്ലീഷ്കാരിയെ പോലെ ചുമ്മാ ജിലിച്ചിലാന്ന് ലീന ലോന ബ്രിഗേഡിയ മാതിരി ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാൽ എന്ത് ലോനോ? അടുത്ത് കൊല്ലുന്നു. വേണ്ട 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 വേണ്ട, തെറ്റായി വിചാരിക്കരുത്. നീ ഇംഗ്ലീഷ്കാരിയെ പോലെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാൽ സീനത്തമ്മൻ പോലും തോറ്റുപോകും. എന്ത്? ഞാൻ എന്താ അത്രയ്ക്ക് അഴകായിരിക്കുന്നു? ആവൂ, നിന്റെ അഴക് നിനക്കറിയില്ല, അതെനിക്കല്ലേ അറിയൂ. സത്യമാണോ പറയുന്നേ? വിടന്നേ. അത് ഞാനിവിടെ പിടിച്ചത്. പിടിച്ചില്ലേ? ശരി, പിടിച്ചിരിക്കുന്നു. ആണോ? എനിക്കറിയോ. രേവതി, എന്താച്ചാ? ഇപ്പോഴാണ് മോളെ നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നത്. ഇതെന്നേക്കും നിലനിൽക്കണം. ശരി അച്ഛാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. മരുന്നെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, നേരം തെറ്റാതെ കഴിക്കണം. ശരി മോളെ. മുരളി, അമ്മാവിനെ ശല്യം ചെയ്യാതിരിക്കണം, ഉഷയെ അടിക്കരുത്, മനസ്സിലായോ? വരട്ടെ അച്ഛാ. പോയിട്ട് വാ മോളെ. അത് അവിടെ നോക്കടാ. അവളാ കണ്ണന്റെ കേസ്. അവളെ പിടിച്ച അവൻ താനെ നമ്മുടെ വഴിക്ക് വരും. ആഹാ, അങ്ങനെയാണ്. ഡേയ് പോണം. ദേവതി എനിക്ക് പിടിച്ച നക്ഷത്രമാ. ആ നക്ഷത്രത്തിൽ പിറന്നവര് അറിവിലും അഴകിലും മെച്ചപ്പെട്ടവരായിരിക്കും. ഏയ്, ശകലം വിട്ടാ മതി, അപ്പോഴേക്കും 4 നക്ഷത്രം നോക്കാൻ ആരംഭിക്കായി. നിങ്ങൾക്ക് ആർക്ക് സഹോദരിമാരില്ലേടാ? ആ പെരക്കപ്പിള്ളേർ തുരത്തിക്കൊണ്ട് സാറ് നമ്മുടെ സാറ് പോയി. ആരെങ്കിലും പോയി നോക്കണ്ടേ? ഒന്നും വേണ്ട മിസ്സി, അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അദ്ദേഹം ഡാൻസിൽ മാത്രം മാസ്റ്റർ അല്ല.
മുല്ലപ്പൂ വാങ്ങി വന്നു. പാർവതി, പാർവതി, എന്താന്ന്? നല്ല കുറുമൊഴി മുല്ല. നോക്കൂ, കുമുകുമാടിക്കും. 10 മുഴം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. വയ്ക്കട്ടെ. എന്ത് ചോദ്യം ചോദിക്കുന്നത്? ഭാര്യയ്ക്ക് ഭർത്താവ് പൂ വെച്ച് കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് ഭാഗ്യം ചെയ്യണം. വെക്കാം വെക്കാം. പാർവതി, നമുക്ക് 1000 പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മറന്നിട്ട് എപ്പോഴും സന്തോഷമായിരിക്കണം മോളെ. ദേ, ഇതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇങ്ങനെ മനസ്സ് തുറന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ടേ വരില്ല. അടുപ്പല്ലേ കയറിയിരിക്കാന്ന്? ഞാനെന്താ വാരി തിന്നോ? കറുത്തു പോന്നേ. അയ്യോ, മഹാലക്ഷ്മി പോലെ വന്നിരിക്കുന്നു. ഇപ്പൊ ഈ ആചാരം എന്തിന്? ഇരിക്കൂ. അങ്ങനല്ല സാർ. ഇരിക്കാനല്ലേ പറഞ്ഞത്? ശരി സാർ, ഇപ്പൊ വായിക്കൂ. വായിക്കാം സാർ. എക്സലന്റ്. ആരാ സാർ എഴുതിയത്? ബാക്കി വായിക്കേ. ശരി സാർ. നന്നായിരിക്കുന്നു സാർ. ആരാ സാർ എഴുതിയത്? ഞാൻ തന്നെ. അങ്ങ് കവിത എഴുതാറുണ്ടോ സാർ? ഞാൻ കവിയല്ല. നിന്നെ മനസ്സിൽ വിചാരിച്ചു കവിത താനെ ഒഴുകി വന്നു സാർ. എന്താ മോളെ കണ്ണാടിയുടെ മുമ്പിൽ സ്തംഭിച്ച് നിന്നുപോയത്? മങ്ങിപ്പോയ കണ്ണാടിയിൽ എന്റെ മോളുടെ മുഖം ഭംഗിയായി കാണാൻ വയ്യാതായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പുത്തനൊന്ന് വാങ്ങിവെച്ചതാ. നന്നായിട്ടുണ്ടോ? നന്നായിരിക്കുന്നു. ഇപ്പോ ഇത് വാങ്ങിക്കാൻ അച്ഛന് പണം എവിടുന്നാ കിട്ടിയത്? എന്നും നീ എനിക്ക് ചെലവിന് കാശ് തന്നിട്ട് പോകാറില്ലേ? അതിൽ നിന്ന് എടുത്തു വെച്ചതാ. കണ്ണാടിക്ക് കടക്കാരൻ അന്യായമായ വില വാങ്ങിച്ചിട്ട് കൂടെ എനിക്ക് പ്രയാസം തോന്നിയില്ല മോളെ. രേവതി, ഇക്കാലത്ത് പെൺമക്കൾ സമ്പാദിക്കുന്നത് കൊണ്ട് ഇഷ്ടം പോലെ വീട്ടിൽ കുത്തിയിരുന്ന് ചെലവ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നല്ല തന്തമാരുടെ ലക്ഷണമല്ല. ആരോ ഒരുത്തൻ എന്ന് മുദ്ര കുത്തി കളയും. ഇല്ലേ മോളെ? സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താ? എന്റെ ലൈഫിൽ നടന്നത് പറയുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഞാനിവിടെ നിന്നോട് വരാൻ പറഞ്ഞ കാര്യം വേറെയാണ്. രേവതി, ഇന്ന് ഞാൻ വളരെ സന്തോഷമായിരിക്കുകയാണ്. എന്താണെന്നറിയോ? നീ വന്ന നേരത്ത് എന്റെ പെറ്റമ്മയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുക. ഒന്ന് വ്യക്തമാക്കി തന്നാട്ടെ. ഈ കലാമന്ദിരത്തിൽ എന്റെ ബാല്യത്തിൽ എനിക്ക് ആശ്രയം കിട്ടിയതാണ്. ഇവിടെ തന്നെ വളർന്നു. ഈ കലാമന്ദിരം സ്ഥാപിച്ചയാൾ അന്തരിച്ചപ്പോൾ ഞാനാണ് എല്ലാം എന്ന നിലയിലേക്ക് വന്നു ചേർന്നു. എല്ലാമായിട്ടും എന്റെ അമ്മയെ കാണണമെന്ന് മനസ്സ് തുടിക്കുകയായിരുന്നു. ആ തുടിപ്പ് ഇപ്പോഴാണ് മാറിയത്. ഇപ്പോ എനിക്ക് എന്റെ അമ്മയെ കിട്ടി. ആദ്യം തന്നെ ധാരാന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞാൽ നീ എന്ത് തരും? മതിയോ? കൈ തന്നാ മാത്രം പോരാ, ഇവിടെയും തരണം. എന്റെ അമ്മ ആരെന്നറിയോ? നിങ്ങൾ? ഒന്നുമില്ല, ഞാൻ രേവതിയെ കാണാൻ വന്നതാണ്. രേവതി, അമ്മ വന്നിരിക്കുന്നു. എന്താ ചോദിക്കും? ഞാൻ വരട്ടെ? നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോ വന്ന് തെറ്റായി വിചാരിക്കരുത്. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ വലിയവളാണ്. അവിടെ നിന്ന് ആശീർവദിച്ചാലേ. എന്റെ ആശീർവാദം എന്നും ഉണ്ട് മോളെ.
വളരെ വേഗത്തിൽ നിന്റെ മനസ്സിന് പിടിച്ച പയ്യന്റെ അടുത്ത് കല്യാണ പെണ്ണായി വന്ന് നിൽക്കാൻ പോവാണ്. താങ്ക് യു. വേദനിക്കുന്നു അമ്മേ. സോറി, രക്തം വരുന്ന കണ്ടപ്പോൾ. എന്റെ മകനെ കരുതുന്ന നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കില്ല. ഏതോ ഒരു ബന്ധം, അതാണ് സ്വയം അറിയാതെ പോലെ ഇങ്ങനെ. ഇരിക്കമ്മേ. അമ്മേ, എനിക്കും അമ്മയുണ്ട്. എന്നാൽ അവരെ അടുത്ത് പിടിച്ചിരുത്തി അൻപോട് ഉപചരിക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. ഇനിമേലെങ്കിലും എനിക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ എന്റെ മകനെ ഓർത്ത് നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അമ്മ ഓർത്ത് നേറുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരേ ദുഃഖമാണ് അനുഭവിക്കുന്നത്. വളരെ വേഗം നിങ്ങൾ നിങ്ങളുടെ മകനെ കണ്ടെത്താൻ പോകുന്നു. അതിനുള്ള നേരം വന്നു കഴിഞ്ഞു. ആ പറഞ്ഞ മുഹൂർത്തം എളുപ്പത്തിൽ വന്നു ചേരട്ടെ. ഷുവർ. നിങ്ങളാണ് ആ മുഹൂർത്തത്തിന്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ച്? നമ്മുടെ ഓഫീസ് ടൈപ്പിസ്റ്റ് രേവതിയെ പറ്റി അമ്മ എന്താ വിചാരിക്കുന്നത്? വളരെ നല്ല പെണ്ണ്, ലക്ഷണമൊത്തത്. ആവട്ടെ, ഇപ്പൊ ഇതേപ്പറ്റി എന്റെ അടുത്ത് ഒന്നുമില്ല. പറയ കേക്കട്ടെ. അവളെ ഞാൻ കല്യാണം കഴിക്കാമെന്ന്. സന്തോഷപ്പെടേണ്ട കാര്യമല്ലേ, എന്തിനാ സങ്കോചപ്പെടുന്നത്? പിന്നെ നാളെ പെണ്ണ് കാണാൻ പോകാമെന്ന്. ഞാൻ തന്നെ വന്ന നല്ല കാര്യം നടത്തി വെച്ചുകളെ. താങ്ക്സ്. അപ്പോ നാളെ നിങ്ങൾ ഇതും കൊടുത്തോണ്ട് വരണം. രേവതി, നിന്നെ ഞാൻ എന്റെ അമ്മയെ കാണിക്കാൻ പോകുന്നു. അതും നമ്മുടെ കല്യാണ നിശ്ചയത്തിന്. നിശ്ചയമോ? പറയാന്ന് സസ്പെൻസിൽ വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു നല്ല കാര്യം നടക്കുമ്പോ എന്റെ അമ്മ തന്നെ ആശ്ചര്യപ്പെടുന്ന മട്ടിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ടാണ് നമ്മുടെ കല്യാണ നിശ്ചയം നാളെ തന്നെ വെച്ചേക്കാമെന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ബി റെഡി, ഓക്കെ? പൂക്കളെ വർണ്ണ വർണ്ണ ചിറകുകൾ വിടർത്തും സ്വപ്നം കൊണ്ട് മണിയറയൊരുക്കും. പൂക്കളെ വർണ്ണ വർണ്ണ ചിറകുകൾ വിടർത്തും സ്വപ്നം കൊണ്ട് മണിയറയൊരുക്കും. എന്റെ മനം വൃന്ദാവനമേനിവേ. ലജ്ജ കൊണ്ട് മുല്ല മുട്ടു ചിരിക്കും. മുത്തമിട്ട ചെമ്പകപ്പു തുടിക്കും.
വന്നു സഖി ഒരു കന്നിക്കനി അത് ചിന്തും നമ്മിൽ വെള്ളിയരുവി മേൽവാനിൽ വന്നു സഖി ഒരു കന്നിക്കനി അത് ചിന്തും നമ്മിൽ വെള്ളിയരുവി ലജ്ജ കൊണ്ട മുല്ലമൊട്ടു ചിരിക്കും മുത്തമിട്ട ചെമ്പകപ്പൂ തുടിക്കും പൂക്കളെ വർണ്ണ വർണ്ണ ചിറകുകൾ വിടർത്തും ഭൂമിയിൽ സ്വപ്നം കൊണ്ടു മണിയറയൊരുക്കും അത് സ്വന്തം എന്നുള്ളം കുറിക്കേ ഞാൻ നേരിൽ കണ്ട മുഖം അത് സ്വന്തം എന്നുള്ളം കുറിക്കേ തളിരിൻ തളിരോ ഏഴഴകാൽ എന്റെ മനം വൃന്ദാവനമിനിമേ ലജ്ജ കൊണ്ട് മുല്ലമൊട്ടു ചിരിക്കും മുത്തമിട്ട ചെമ്പകപ്പു തുടിക്കും പൂക്കളെ വർണ്ണ വർണ്ണ ചിറകുകൾ വിടർത്തും ഭൂമിയിൽ സ്വപ്നം കൊണ്ടു മണിയറയൊരുക്കും ഏഴഴകാൽ എന്റെ മനം വൃന്ദാവനമിനിമേ ലജ്ജ കൊണ്ട് മുല്ലമൊട്ടു ചിരിക്കും മുത്തമിട്ടാൽ ചെമ്പകപ്പു തുടിക്കും എന്താ മോളെ തലയിൽ വെക്കേണ്ട മുല്ലപ്പൂ തറയിൽ വിരിച്ചിട്ടിരിക്കുന്നത്? വരൂ അമ്മേ, വരണം വരണം. പൂവും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മോളോട് കൊടുത്തോണ്ട് വരാൻ പറയണം. രേവതി, ഇതാ മോളെ, പോയി ഇത് എടുത്തോണ്ട് പോവാ മോളെ. ഇരിക്കൂ അമ്മേ, ഇരിക്കൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. മുരളി, ചേച്ചി ഇപ്പൊ വരും. നിങ്ങൾ എല്ലാരും കുറച്ചേരം വെളിയിൽ പോയി കളിക്കുന്നിടാ കണ്ണേ. പോ മക്കളെ, പോ. അമ്മേ, ഞങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട് തേടി വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അമ്മേ. ഇതിലെന്തിരിക്കുന്നു? മോളോട് വരാൻ പറഞ്ഞാട്ടെ. പറയാം. രേവതി, വാ. അവിടെ കൊടുക്കുമോളെ.
പോയി കളഞ്ഞു. എന്താണ് ഏതാണെന്ന് മനസ്സിലായില്ലല്ലോ മോളെ. ഒരു പെണ്ണിന്റെ കല്യാണം നിശ്ചയം എന്നത് അവളുടെ ജീവിതത്തിന് വെളിച്ചം കൊടുക്കുന്ന പോലെയാണ്. ഒരു നല്ല കാര്യം ഞാൻ കാലെടുത്ത് വെച്ചിട്ട് നടക്കാതെ പോയാൽ ആ വേദന എനിക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അഭിപ്രായം ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് നിങ്ങൾ പെണ്ണ് കാണാൻ പോയതല്ല. കണ്ടും കേട്ടും മനസ്സിലാക്കി പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് അതിനുശേഷമാണ് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചത്. എവിടെ നിന്ന് വന്ന് എന്നെ അമ്മയായി കരുതി എന്നെയും വിളിച്ചോണ്ട് പോയി. അവിടെ പോയിട്ട് പിന്നെ എന്താ തിരിച്ചു പോന്നത്? ഇപ്പോൾ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? എന്തുമാവട്ടെ, എന്നെയും എന്നെ പെറ്റ ദൈവത്തെ നടുറോഡിൽ ഇറക്കി വിട്ടവരല്ലേ. അവരെ പറ്റി ചിന്തിച്ചാൽ എന്റെ മനസ്സ് നേറും. ഞാൻ രേവതിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എന്റെ ചെറിയ കുട്ടിയെ പോലെ പറയുന്നത്? 10 മാസം ചുവന്നു വെച്ച അമ്മയുടെ മകനെന്ന് പോലും പറയാൻ വയ്യാതെ, അമ്മയെന്ന് അൻപോടെ വിളിക്കാൻ വയ്യാതെ കഴിയുന്ന നിർഭാഗ്യവാനാണ് ഞാൻ. ചെറുപ്രായത്തിൽ കിട്ടാത്ത മാതൃസ്നേഹത്തിനായി ഓരോ ദിവസവും ഞാൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ നാളെ ഉറക്കമില്ലാതെ കഴിഞ്ഞു വരുന്നു. ഇപ്പോ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വരാൻ പോകുന്ന നേരത്ത് എന്റെ അമ്മയെ രഹസ്യങ്ങൾ അറിയിക്കാമെന്ന് മനക്കോട്ട് കെട്ടുകയായിരുന്നു. ഇപ്പോഴെന്താ തെറ്റുപറ്റിയത്? നിങ്ങളുടെ അമ്മ നിങ്ങൾ പിരിഞ്ഞല്ലേ ഇരിക്കുന്നത്? അതിന് ഇത്ര ആകുലത എന്തിന്? നിങ്ങൾ രണ്ടുപേരും കൂടി ചേരാനല്ലേ പോകുന്നത്? എന്നാൽ ആ പെണ്ണ് രേവതിക്ക് നിങ്ങൾ വിട്ട വേറെ ആരാണുള്ളത്? അവളെ സ്വീകരിക്കാൻ 1000 പേര് വന്നേക്കാം. എന്നാൽ അവൾ അതിന് സമ്മതിക്കാൻ പോണില്ല. അപ്പനെ, നിങ്ങൾ എന്താണ് തിരിച്ചു പോകുന്നതെന്ന് എനിക്കറിയാം. മുടന്തനായ കൊച്ചിനെ പറ്റിയും ഭൂമിയായിരിക്കുന്ന പെണ്ണിനെ പറ്റിയും നിങ്ങൾക്ക് സന്ദേഹം വേണ്ട. അവര് 2 പേരും എന്റെ കൂടെ പിറന്ന അനിയത്തിയുടെ കുട്ടികളാണ്. എന്റെ രേവതി അവർ ചേച്ചിയെന്ന് വിളിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും തെറ്റായി വിചാരിച്ചിരിക്കും. മാനം കെട്ടുപോയ എന്റെ അനിയത്തിക്ക് പിറന്നവരാണ് ആ ഭാഗ്യം കെട്ട കുട്ടികൾ. എന്റെ രേവതി ഒന്നും അറിയാത്തവളാ. ഞങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കിയ അവളെ ഒരു മാലയിട്ട കഴുത്തുമായി കാണാമെന്ന് ആശിച്ചു. എന്താ കാര്യം? നമ്മുടെ രേവതിയെ പെരക്കി പോയി കടത്തിക്കൊണ്ട് പോകുന്നു. മുളങ്ങാട് ഭാഗത്തേക്ക് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ. എന്നെ അടിച്ചതുപോലെ അടിച്ചേക്കുമെന്ന് ഭയമുള്ളത് കൊണ്ടാണ് മാസ്റ്റർ. നിങ്ങൾ തന്നെ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്താ മാസ്റ്റർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് ഭാമയില്ല? മാസ്റ്റർ മാസ്റ്റർ ഞാൻ പറയട്ടെ, നിങ്ങളെ പെറ്റമ്മയോട് നിങ്ങൾക്ക് യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മാനം രക്ഷപ്പെടുത്താൻ വേണ്ടി ഉടനെ പോകണം. അമ്മേ, ആ അമ്മയുടെ പേരിൽ ആണയിട്ട് പറയുന്നു. വേഗം പെണ്ണിന്റെ പേര് രക്ഷപ്പെടുത്തോ. അമ്മേ, നിങ്ങൾ അമ്മേ ഞാൻ കൺകണ്ട ദൈവം. അമ്മേ, ഒരുത്തി വഴിതെറ്റിപ്പോയതിന് വേറൊരുത്തിയോട് പകരം വീട്ടാം അമ്മ. നിശ്ചയമായി ചെയ്തൂടാ. എനിക്ക് ജീവിക്കാൻ കഴിയാതെ പോയി. പാവൻ രേവതി, അവൾ നല്ല പെണ്ണ്, സുഖമായി കഴിയണം. അമ്മേ, നിങ്ങളുടെ വീട്ടിൽ കണ്ട ഫോട്ടോയിൽ ഇരിക്കുന്ന ആളാണ് എന്റെ വീട്ടുകാരൻ. നിങ്ങളുടെ അനിയത്തിയാണ് എന്റെ ഈ അവസ്ഥയ്ക്ക്. എല്ലാം മനസ്സിലായി അമ്മേ. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ മാപ്പ് ചോദിക്കുന്നു. അമ്മേ, അത് ശരി, അദ്ദേഹം ഇത്രയ്ക്ക് ആവേശപ്പെടുന്നത്? അത് തന്നെ. അപ്പൊ കണ്ണൻ അതെ, കണ്ണൻ എന്റെ മകനാണ്. എന്റെ മകനാണ്. എന്റെ മകനാണ്. കണ്ണൻ എന്റെ മകനാ. കണ്ണ കണ്ണ
നിങ്ങൾ എന്തിനാണ് വന്നത്? എന്ത് കാര്യത്തിനാണ് വന്നത്? പിന്നെ അമ്മ വന്നില്ലേ? അമ്മ അച്ഛനെ കാണാൻ പോയിരിക്കുകയാണ്. അവിടെ എന്തിനാ പോയത്? നടന്നതെല്ലാം മറന്നു കഴിഞ്ഞോ? അതല്ല, ഇനിമേൽ നടക്കേണ്ട കാര്യങ്ങൾ നടത്താൻ പോയിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? അതെ അപ്പനെ, നിങ്ങളുടെ അച്ഛന് ചെയ്യേണ്ട ശേഷക്രിയകൾ നിങ്ങളല്ലേ ചെയ്യേണ്ടത്. അതിനായി അവിടെ കാത്തുകൊണ്ടിരിക്കുക. മോനെ